നമസ്കാരം. മറയൂരിൽ കേരള വിഷൻ ഫൈബർ കേബിൾ വെട്ടിനശിപ്പിച്ച സംഭവത്തിൽ KCB ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം ശക്തം. KCBയുടെ ഇലക്ട്രിക് പോസ്റ്റുകളെ ബന്ധിപ്പിച്ച് സ്ഥാപിച്ചിരുന്ന കേരള വിഷൻ കേബിൾ TV നെറ്റ്വർക്ക് ഫൈബർ കേബിളുകൾ വ്യാപകമായി വെട്ടിനശിപ്പിച്ച സംഭവത്തിലാണ് കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം ശക്തമാക്കിയിട്ടുള്ളത്. COA മറയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കോവിൽക്കടവിൽ KCB ഓഫീസ് ഉപരോധിച്ചു. COA ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ഉദ്ഘാടനം ചെയ്തു. കോടതി ഉത്തരവ് ലംഘിച്ചാണ് KCB ജീവനക്കാർ കേബിളുകൾ വെട്ടിമുറിച്ച് നശിപ്പിച്ചതെന്നും ഇതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേറ്റർമാരെ, കേബിൾ TV വരിക്കാരെ, ഏതാണ്ട് അണ്ണാതുര പറഞ്ഞതുപോലെ 40 വർഷത്തോളമായി ഇവിടെ കേബിൾ TV പ്രസ്ഥാനം ഈ പാവപ്പെട്ട ഓപ്പറേറ്റർമാർ നടത്തുവാൻ തുടങ്ങി. കേരളത്തിലെ ഏതാണ്ട് 6000-ഓളം വരുന്ന ഓപ്പറേറ്റർമാരാണ് കേരള വിഷൻ്റെ കീഴിൽ കേബിൾ TVയും ഇൻ്റർനെറ്റ് വിതരണവും നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി രാജ്യത്ത് ഉടനീളം എല്ലാ സ്റ്റേറ്റുകളിലും റൈറ്റ് ഓഫ് പേ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോസ്റ്റുകളുടെ വാടക ഏകീകരിക്കുകയുണ്ടായി. കേരളത്തിൽ മാത്രം കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ നയം മാറ്റാൻ തയ്യാറാകാതെ ഇന്ന് രാവിലെ വാടക കേരളത്തിൽ അനുവദിക്കാതെ മുന്നോട്ട് പോയപ്പോൾ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന തലത്തിലും മേഖലാ തലങ്ങളിലും ജില്ലാ തലങ്ങളിലുമൊക്കെ പ്രക്ഷോഭങ്ങൾ നടത്തുകയും തുടർന്ന് ഈ കേസ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്യുകയുണ്ടായി. ഹൈക്കോടതി ഇവിടുത്തെ വാടക കൂടുതൽ വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ച് വാദം കേൾക്കുകയും 2 മാസം മുമ്പ് അതിന് നിലവിലുള്ള വാടക 2022 മുതൽ കുറച്ച് കൊടുക്കണമെന്നും അതുവരെ കൂടുതലായി വാങ്ങിച്ചിരിക്കുന്ന പൈസ തിരിച്ച് ഓപ്പറേറ്റർമാർക്ക് തിരിച്ചു നൽകണമെന്നുമാണ് വിധി വന്നിരിക്കുന്നത്. അതുപോലെ വാടകയുടെ പേരിൽ കേബിൾ കട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ഇന്നലെ വ്യാപകമായി മറയൂർ മേഖലയിൽ കേബിളുകൾ കട്ട് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിനുള്ള കേബിളുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. കേബിൾ കട്ട് ചെയ്യാൻ ഒരു EB ഉദ്യോഗസ്ഥർക്കും യാതൊരു അധികാരവും സർക്കാരോ ഗവൺമെൻറ്റോ ഒന്നും കൊടുത്തിട്ടില്ല. കേബിളുകൾ കട്ട് ചെയ്യാൻ അവകാശമുള്ളത് ട്രായ്ക്ക് മാത്രം. അതുപോലും മനസ്സിലാക്കാതെ പോസ്റ്റിൻ്റെ വാടക ഈടാക്കണമെങ്കിൽ പോസ്റ്റിൽ നിന്ന് അഴിച്ചു മാറ്റി വെക്കാം, അല്ലാതെ കേബിൾ കട്ട് ചെയ്യാനുള്ള ഒരു ഓർഡറും ഒരു സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടില്ല. കോടതിയെ പോലും ലംഘിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനം നടന്നിരിക്കുന്നത്. കേരളത്തിലൊട്ടാകെ EB ഉദ്യോഗസ്ഥന്മാരുണ്ട്. വേറെ ഒരു സ്ഥലത്ത് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ അടിമാലിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവിടെയൊന്നും ഈ പറയുന്ന പ്രശ്നങ്ങളില്ല. കേബിൾ കട്ട് ചെയ്തിട്ടേ ഇല്ല ഒരു സ്ഥലങ്ങളിലും. ഇവിടെ മാത്രം എന്തുദ്ദേശത്തിൻ്റെ പുറത്താണ് കേബിൾ കട്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ പെൻഷൻ മേടിക്കത്തില്ല. നിങ്ങൾ പെൻഷൻ പറ്റിയാലും കോടതി കയറി നടക്കുന്ന രീതിയിലുള്ള കേസുകൾ കോടതിയിൽ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ കേബിൾ കട്ട് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് മറന്നു പോകാതെ ആരുടെയെങ്കിലും വാക്കാലുള്ള ഓർഡറുകൾ കേട്ടിട്ട് നിങ്ങളിത് ചെയ്താൽ കോടതിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും പ്രതികൾ. ഈ ഓർഡർ വാക്കാൽ പറഞ്ഞ ഒരു മേലുദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ പ്രതികളായിരിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രയോഗിക്കുന്ന പ്രയോഗം സൂക്ഷിച്ച് പ്രയോഗിക്കണം. ഞങ്ങളൊക്കെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ സ്വന്തം മണ്ണിൽ ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുകയില്ലെങ്കിൽ ഞങ്ങളുടെ സമരത്തിൻ്റെ രൂപം മാറും, ഭാവം മാറും. അതിന് എന്തെല്ലാം ചെയ്യണം എന്ന് ഞങ്ങൾ കൂടിയാലോചിക്കും. ഇത് പെട്ടെന്നുണ്ടായൊരു സമരമായതുകൊണ്ടാണ് മറയൂർ മേഖലാ കമ്മിറ്റി മാത്രം പങ്കെടുത്തുകൊണ്ട് ഒരു സമരത്തിലേക്ക് പോകേണ്ട വന്നത്. ഇനിയും ഇതിന് എതിരായി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചാൽ സമരത്തിൻ്റെ രൂപം മാറും, ഗതി മാറും. നിങ്ങൾ പുറത്തിറങ്ങാത്ത രീതിയിലുള്ള സമരങ്ങൾ
കേബിൾ ഓപ്പറേറ്റർമാർ നടത്തും. അത് ഇടുക്കി ജില്ലാ കമ്മിറ്റി അതിന് നേതൃത്വം വഹിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ കോടതി ഉത്തരവുകളെ മാനിച്ചുകൊണ്ട്, കോടതിയുടെ കാര്യങ്ങളെ മാനിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് കഴിയുമോ അതെല്ലാം ചെയ്തിരിക്കും. അതിന് മുഴുവൻ ജില്ലാ കമ്മിറ്റിയുടെയും പിന്തുണ ഈ മേഖലയ്ക്ക് ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഫൈബർ കേബിളുകൾ വിച്ഛേദിച്ചതിനെ തുടർന്ന് മറയൂർ മേഖലയിലെ സർക്കാർ ഓഫീസുകൾ, ബാങ്കുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുടെ ഇൻ്റർനെറ്റ് സേവനങ്ങൾ ദിവസങ്ങളോളം നിലയ്ക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതുമൂലം പൊതുജനങ്ങളും സ്ഥാപന നടത്തിപ്പുകാരും വലിയ ബുദ്ധിമുട്ടിലാണ്. വ്യക്തമായ കോടതി ഉത്തരവ് നിലനിൽക്കെ KSEB ഉദ്യോഗസ്ഥർ ഫൈബർ കേബിളുകൾ നശിപ്പിക്കുന്ന തരത്തിൽ മനഃപൂർവ്വം പ്രവർത്തിച്ചു വരുന്നതായിട്ടാണ് പരക്കെ ഉയരുന്ന ஆரோபணம். அன்பார்ந்த மறையூர் அஞ்சநாடு பகுதியில் இருக்கக்கூடிய எங்களுடைய கேபிள் டிவி உபபோக்தா தோழர்களே, நாங்கள் இன்றைக்கி நடத்தக்கூடிய இந்த ஒரு போராட்டம் அப்படிங்கிறதுன்னு பார்த்தீங்கன்னு சொன்னால், கழிந்த வருடங்களாக மறையூரில் நாங்கள் கிட்டத்தட்ட 40 வருஷமாக மறையூரில் கேபிள் டிவி விவசாயமும் அதோடு கூடி இன்றைக்கி பார்த்திங்கன்னா இன்டர்நெட்டு மறையூரில் இருக்கக்கூடிய அஞ்சநாடு பகுதியில் இருக்கக்கூடிய இங்கே இருக்கக்கூடிய கவர்மெண்ட் அரசு ஸ்தாபனங்களுக்கும் அதுபோல் வியாபார ஸ்தாபனங்களுக்கும் இங்கே இருக்கக்கூடிய பல விவசாயிகளுக்கும் நாங்கள் கேபிள் டிவி மூலமாகவும் அதே போல் இன்டர்நெட் மூலமாகவும் இன்றைக்கி டவர் இல்லாத இடத்துல கூட இன்றைக்கி நம்ம இன்டர்நெட் சமீதானம் எடுத்து கொடுத்து இன்றைக்கி இந்த அஞ்சநாடு மேഖലയിൽ மிகப்பெரிய அளவுக்கு இங்கே இருக்கக்கூடிய படித்த இளைஞர்களுக்கு வீட்டில் இருந்து ஒரு வேலை செய்யக்கூடிய அளவுக்கு இன்டர்நெட் வசதி இங்கே செஞ்சு கொடுத்தோம்னால் அது மறையூரில் இருக்கக்கூடிய கேரளா விஷனுடைய கேபிள் டிவி ஆப்ரேட்டர்கள். ஆனால் நாங்கள் நடத்தக்கூடிய நாங்கள் இந்த ஜீவிக்கிறதுக்காக வேண்டி இங்கே இருக்கக்கூடிய ஒரு ஆப்ரேட்டருக்கும் கிட்டத்தட்ட 50, 100, 150, 200 கனெக்டிவிட்டி உள்ள சாதாரண கேபிள் டிவி ஆப்ரேட்டர்கள். மற்ற கேரளத்தில் இருக்கக்கூடிய மற்றுள்ள பகுதிகளை போல ஒரு வன்கட முதலாளிகள் அல்ல நாங்கள் இருக்கிறது. ஆனால் நாங்கள் எங்களை வச்சு மறையூரில் கிட்டத்தட்ட 10-20 வேலைக்காரங்க எங்களை நம்பி இங்கே ஜீவிச்சுட்டு இருக்கிறாங்க. இந்த ஒரு பிரஸ்தானம் அப்படிங்கிறது பலருக்கும் இங்கே வேலை இல்லாத ஒரு தருணத்தில் கூட நாங்கள் நடத்தக்கூடிய பிரஸ்தானத்தின் மூலமாக இன்றைக்கி பலருக்கு இங்கே வேலை வாய்ப்பு இருக்குது. அதன் மூலமாக இன்றைக்கி மறையூர்லையும் காந்தலூர் பஞ்சாயத்துலையும் பல ஆளுங்க இன்றைக்கி வந்துட்டு வெளிநாடுகள்லையும் பல பன்னாட்டு கம்பெனிகளையும் வேலைக்கூடிய ஒரு அவஸ்தை நாங்கள் இந்த பாவப்பட்ட கேபிள் டிவி காரங்களுக்கு நாங்கள் உண்டாக்கி கொடுத்துருக்கோம். ஆனால் இதை தகர்க்கிறதுக்காக வேண்டி இங்கே இருக்கக்கூடிய பன்னாட்டு கம்பெனிகளை வந்துட்டு குத்தகை முதலாளிகளை வந்துட்டு இந்த கேபிள் டிவி மூலமாக இங்கே கொண்டு வந்து அவங்கள ஒத்தாசை பண்ணதுக்காக வேண்டி இங்கே இருக்கக்கூடிய KSEB-னுடைய சில உத்தியோகஸ்தமார்கள், நான் எல்லாரையும் சொல்றதுக்கு நான் விரும்பல, சில உத்தியோகஸ்தமார்கள் இன்னைக்கு எங்களுடைய சாதாரணக்காரப்பட்ட எங்களுடைய இந்த கேபிள் டிவி பிரச்சனை தகர்ப்பதற்காக வேண்டி எங்கள்கிட்ட அமீதமான முறையில், அதாவது வந்துட்டு ஒரு சாதாரணமாக ஒரு கேபிள் டிவியினுடைய போஸ்டுடைய வாடகையை ஈடாக்கணும்னு சொன்னால் இங்கே இருக்கக்கூடிய ஒரு கேபிள் டிவியினுடைய ஆப்ரேட்டரை கொண்டு வந்துட்டு ஜாயிண்ட் இன்ஸ்பெக்ஷன் நடத்தி அது போதியப்படுத்தி அதன் மூலமாக இங்கே எக்ரிமெண்ட் வச்சு அந்த எக்ரிமெண்ட் அனுசரித்து தான் நமக்கு வந்துட்டு போஸ்ட்னு வாடகை கிடைக்கணும். நாங்கள் சாதாரணமாக 50 ரூபா இருந்த ஒரு வாடகை இன்றைக்கி மறையூரில் பார்த்தீங்கன்னு சொன்னால் எங்களுக்கு இது ஒரு கிராம பிரதேசம். இங்கே ஒரு கனெக்ஷன் கொடுக்கணும்னு சொன்னால் ஒரு கனெக்ஷனுக்கு நாங்கள் கொடுக்குறது 10, 15 சிலப்பும் இன்றைக்கி பாலப்பட்டியில் வந்துட்டு ஃபாரஸ்டினுடைய உத்தியோகஸ்தர் ஒரு கனெக்ஷன் கேட்டாங்க. அங்கே 125 போஸ்ட்டாக நாங்கள் வடிச்சு கொடுத்தோம். இது வெறும் 600 ரூபா. அங்கே இருக்கக்கூடிய சர்க்கார் ஸ்தாபனங்கள் சகாய்க்கிறதுக்காக வேண்டிய நாங்கள் சகாய்ச்சந்த நாங்கள் எங்களுடைய இந்த வேலைப்பாடுகள். ஆனால் இதையெல்லாம் பொருட்படுத்தாமல் இன்றைக்கி நாங்கள் வச்சுருந்த 500 போஸ்ட் ஆதியம் முதலாக இருந்த 502 போஸ்ட்டு, அந்த 502 போஸ்ட்டில் இருந்து 1200 போஸ்ட்டை உயர்த்தி அதை எக்ரிமெண்ட் வச்சு வர்கீஸ் பவலோஸுங்கிற பேரில் தான் நம்ம எக்ரிமெண்ட் வச்சுருந்தோம். அந்த எக்ரிமெண்ட்டை வந்துட்டு எங்களுக்கு தெரியாமல் இங்கே இருக்கக்கூடிய சில உத்தியோகஸ்தமார்கள் வந்துட்டு எங்களை ஜாயிண்ட் இன்ஸ்பெக்ஷனை கூப்பிடாமல் ஒரு கணக்கு 3500 சொல்லிட்டு இங்கே இருக்கக்கூடிய 10-12 ஆப்ரேட்டர்மாருக்கும் ஆக உள்ள கனெக்ஷன் அப்படிங்கிறது வெறும் 3000 கனெக்டிவிட்டி தான். ஆனால் 3500 போஸ்ட்டுக்கு நீங்கள் வாடகை அடைக்கணும்னு சொல்லி கத்திப்பாறையில் இருக்கக்கூடிய AXC ஒரு நிர்பந்தமான முறையில் நாங்கள் சொல்லி எங்களுடைய காரியங்கள் நாங்கள் முக்கியமந்திரிக்கு பராதி கொடுத்துருக்கிறோம். நாங்கள் வந்து மந்திரியை பார்த்து நாங்கள் சொல்லியிருக்கிறோம், எங்களுக்கு இதில் ஒரு இழவு தரணும், நீங்கள் இப்படி சொன்னால் எங்களோட இந்த பிரச்சனை நடத்தி கொண்டு போக முடியாது சொன்னால் கூட அதை பொருட்படுத்தாமல் இன்னைக்கு எங்களுக்கு மேலே கிட்டத்தட்ட 13 லட்சம் ரூபா நீங்கள் அடைக்கணும்னு சொல்லி ஒற்றடிக்கு ஒரு ഓർഡർ ഇറക്കിക്കാங்க. അതുപോലെ തന്നെ ഈ മേഖലയുടെ സെക്രട്ടറി ശ്രീ ഷിമോൻ, അതുപോലെ മുതിർന്ന അംഗമായ അണ്ണാദുരൈ, മറ്റും കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ, കേബിൾ ടി വി കുടുംബാംഗങ്ങളെ, ഇന്ന് ഇവിടെ ഒരു സമരം നിർബന്ധപൂർവ്വം നടത്തേണ്ട ഒരു സാഹചര്യം വന്നത് എന്താണെന്ന് ഇപ്പം നമ്മുടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച നേതാക്കന്മാരെല്ലാം തന്നെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഇന്ന് ഇവിടെ ഈ സമരം ഇവർ കേബിൾ കട്ട് ചെയ്യുമ്പോൾ
ഇന്ന് ഇവിടെ ഈ ബി ഓഫീസിൽ ഈ KSEB ഓഫീസിൽ ഫ്രീ ആയിട്ട് കേബിൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് വരുന്ന ലൈൻ അവരൊന്നും കട്ട് ചെയ്യാൻ പാടില്ല. അവരുടെ ലൈനൊന്നും അവർക്ക് തൊടാൻ പറ്റില്ല. പുറമേയുള്ള ബാക്കി ഓപ്പറേറ്റർമാർ പാവപ്പെട്ട ഓപ്പറേറ്റർമാർ ഉപരിയൊക്കെ നടത്തുന്ന ആ കേബിളുകളാണ് വെട്ടി നശിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ സുഖമില്ലാതെ ഏതെങ്കിലും വീട്ടിൽ സുഖമില്ലാതെ ആൾക്കാർ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ കേബിൾ TV നടത്തുന്നത്. അതുപോലെ സാമൂഹ്യ പ്രതിരോധയ്ക്ക് വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ആവശ്യപ്പെടുന്ന പ്രകാരം അവർക്ക് ക്യാമറയുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. KCB ഉദ്യോഗസ്ഥർ നടത്തിയ വഴിവിട്ട നടപടിക്കെതിരെ നിയമപരമായും ജനാധിപത്യപരമായും ശക്തമായ പോരാട്ടം തുടരുമെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷീമോൻ ദത്തൻ, നേതാക്കളായ അണ്ണാദുരൈ, വർഗീസ് പൗലോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ. അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് BMLT, BSc ഡയാലിസിസ് ടെക്നോളജി, BWOC in MLT, BWOC in ഡയാലിസിസ് ടെക്നോളജി, BWOC in റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, BWOC in അനസ്തേഷ്യ ടെക്നോളജി, BWOC in ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BWOC in ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ, BWOC in ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, DMLT, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, CSSD ടെക്നോളജി, DWOC in MLT, DWOC in ഡയാലിസിസ് ടെക്നോളജി, DWOC in ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, DWOC in ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, GNM എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +2 പാസ്സാകാത്ത കുട്ടികൾക്ക് +2 തത്തുല്യമായ മെഡിക്കൽ കോഴ്സുകൾ. വെബ്സൈറ്റ് www.stjosephinstituteofeducation.com. ഇമെയിൽ stjosephinstitute.org@gmail.com.